ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം വെറും 10 മിനിറ്റിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയുടെ റെസിപ്പി കാണാം. ഈ ഒരു കടലക്കറി ഞാൻ കുക്കറിനകത്താണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പം രാവിലെ എണീറ്റിട്ട് വീട്ടമ്മമാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 3 സവാള കനം കുറച്ചിട്ട് നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കടല ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടതായിരുന്നു. ഇനി ഇതിനായിട്ട് ഒരു തക്കാളി നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില, 2 വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കടലയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടത്. ഇതിനായിട്ട് കുക്കർ സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. കടുക് പൊട്ടിക്കാം. ഈ 2 വറ്റൽമുളകും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. ഇനി നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിനകത്തോട്ട് നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. സവാളയുടെ കൂടെ പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ചേർത്തിട്ടില്ല. വറ്റൽമുളക് ചേർത്തത് കൊണ്ട് തന്നെ എരിവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി സവാള നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് സവാള പെട്ടെന്ന് തന്നെ വാടി വരുന്നതായിരിക്കും. ഇനി ഇതിനകത്തോട്ട് നീളത്തിന് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു തക്കാളിയും കൂടെ ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി 3 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കടലക്കറി വെക്കുന്ന സമയത്ത് എപ്പോഴും മുളക് പൊടിയേക്കാളും മല്ലിപ്പൊടിയാണ് മുന്തി നിൽക്കേണ്ടത്. ഇനി 1/2 സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ. നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന കടല ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം കൂടി. ഉപ്പ് നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കടല വേകുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് 5 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓരോ കുക്കറിനും ഓരോ രീതിയാണ്. എനിക്കിവിടെ 5 വിസിലായിരുന്നേ വേണ്ടി വന്നത്. കടലക്കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കടലയൊക്കെ നല്ലതുപോലെ വെന്ത് ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ. വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും വെറും 10 മിനിറ്റ് കൊണ്ടാണ് ഈ ഒരു കടലക്കറി ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പം എല്ലാ വീട്ടമ്മമാർക്കും പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.